നമ്മുടെ വീടുകളിൽ അമ്മമാർ ഒരു ദിവസം ചെയ്യുന്ന ജോലി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കണം, കുടുംബാംഗങ്ങൾക്കെല്ലാം ഭക്ഷണം പാകം ചെയ്യണം, തുണി കഴുകണം, വീട് വൃത്തിയാക്കണം. അങ്ങനെ രാത്രി വരെയും പണിയെടുത്ത് തളർന്നിരിക്കുന്ന അമ്മയെ നിങ്ങൾ കാണാറില്ലേ? ആരെങ്കിലും അമ്മ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുക്കാറുണ്ടോ? എന്തിനു പറയുന്നു, ഒരു നന്ദിയെങ്കിലും പറയാറുണ്ടോ? പകരം ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മക്കളുടെയും ആട്ടും തുപ്പും കേൾക്കണം. മക്കൾ പോലും ഒരാശ്വാസവാക്ക് പറയില്ല. ഒരു കാലത്ത് വീട്ടിൽ കെട്ടിവരുന്ന ഓരോ പെണ്ണിൻ്റെയും അവസ്ഥ ഇതായിരുന്നു. ഭാര്യ എന്നാൽ വീട്ടുജോലിക്കാരി എന്ന് കരുതിയിരുന്ന ഒരു തലമുറയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പെൺപിള്ളേരോട് അടിമപ്പണിയെടുക്കാനൊന്ന് പറഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഭർത്തൃ വീട്ടിൽ ജോലിക്കാരിയായി വന്നതല്ല ഭാര്യ എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. മലപ്പുറത്ത് ഭർത്താവിന് രാത്രിയിൽ ഭക്ഷണം എടുത്തു നൽകാൻ വൈകിയെന്ന് പറഞ്ഞ് നവവധുവിനെ മർദ്ദിച്ചൊരു സംഭവമുണ്ടായി. ആ വാർത്തയിലേക്ക് പോകും മുൻപ് കണ്ണൂർ പെരിങ്ങോമിൽ യുവാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കണ്ണൂർ പെരിങ്ങോമിന് സമീപം മലയോര മേഖലയായ വെള്ളോറ എന്ന പ്രദേശം. റബ്ബറും മറ്റ് കൃഷികളുമുള്ള ഇവിടെ വന്യജീവി ആക്രമണം പതിവാണ്. അതിനാൽ തന്നെ നാട്ടുകാർ പന്നിയെ പിടിക്കാൻ ഇടയ്ക്ക് നായാട്ടിനിറങ്ങും. അർദ്ധരാത്രിയിലും പുലർച്ചെയും ചിലപ്പോൾ വെടിയൊച്ച കേൾക്കാറുണ്ട്. കഴിഞ്ഞ പുലർച്ചെയും വലിയൊരു ശബ്ദം കേട്ടു. രാവിലെ നാട്ടുകാർ റബ്ബർ തോട്ടത്തിൽ എത്തി നോക്കിയപ്പോൾ ഒരു യുവാവ് കൊല്ലപ്പെട്ട നിലയിൽ. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് നെല്ലംകുഴി സ്വദേശി സിജോ മരിച്ചത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്ഥലത്ത് ഇതിനു മുൻപും വൻതോതിൽ മൃഗവേട്ട നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. പുലർച്ചെ 5 മണിയോടെ കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിലായിരുന്നു സംഭവം. എടക്കോത്തെ നെല്ലംകുഴിയിൽ സിജോയാണ് മരിച്ചത്. കാട്ടുപന്നിയെ നായാടാനുള്ള ശ്രമത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റെന്നാണ് നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഷൈനിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെഞ്ചിന് വെടിയേറ്റ നിലയിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് സിജോയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ നടത്തിയ തെരച്ചിലിൽ നാടൻ തോക്കുകൾ കണ്ടെത്തി. പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് പെരിങ്ങോം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പന്നിയെ വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ സ്വയം വെടിയേറ്റതാണെന്നാണ് നിഗമനമെങ്കിലും കസ്റ്റഡിയിലുള്ള ഷൈനിനെ വിശദമായി ചോദ്യം ചെയ്യും. സ്ഥലത്ത് ഇതിനു മുൻപും വൻതോതിൽ മൃഗവേട്ട നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തുന്നതിനിടെയാണ് നായാട്ടു സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെടുന്നത്. പിടിച്ചെടുത്ത നാടൻ തോക്കുകളെക്കുറിച്ച് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിശദമായ അന്വേഷണം നടത്തും. നായാട്ട് സംഘങ്ങൾക്ക് തോക്കെത്തിക്കുന്ന സംഘം പ്രദേശം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ. വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് പ്രഭാതത്തിൽ ഉണരുന്ന ഭാര്യ. ഹാഹാ, കേൾക്കുമ്പോൾ എന്തൊരു രസമല്ലേ. ആദ്യം ഭർത്താവിന് ബെഡ് കോഫി, പിന്നെ വീട്ടുകാർക്കെല്ലാം ഭക്ഷണം, കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള പെടാപ്പാട്. രാത്രി ജോലി കഴിഞ്ഞെത്തുന്ന പുരുഷന്മാർ ഭാര്യയോട് ആജ്ഞാപിക്കുന്നത് കേൾക്കാം. ചോദിക്കുമ്പോഴേ മുന്നിൽ ഭക്ഷണം വേണം. ഇല്ലെങ്കിലോ വിശപ്പിൻ്റെ കലിപ്പ് മുഴുവൻ ഭാര്യയുടെ നെഞ്ചത്താണ്. നമ്മുടെ പല കുടുംബങ്ങളിലും വീട്ടുജോലിക്കാരിയെപ്പോലെ ഇങ്ങനെ നരകജീവിതം നയിക്കുന്ന സ്ത്രീകളുണ്ട്. മലപ്പുറം ആനമങ്ങാട് ഭക്ഷണം എടുത്തു വെക്കാൻ വൈകിയതിന് നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം എടുത്തു വെക്കാൻ താമസിച്ചെന്ന് പറഞ്ഞ് യുവതിയുടെ തല ചുമരിലിടിപ്പിച്ചത് ജിം ട്രെയിനർ കൂടിയായ യുവാവാണ്. ഭാര്യയുടെ പരാതിയിൽ ആനമങ്ങാട് സ്വദേശി മുഹമ്മദ് ഷഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു മാസം മുൻപാണ് ഷഹീനും പെൺകുട്ടിയും പ്രണയിച്ച് വിവാഹിതരായത്. ജിംനേഷ്യം പരിശീലകനായ ഷഹീൻ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം എടുത്തു വയ്ക്കാൻ യുവതിയോട് പറഞ്ഞു. എന്നാൽ ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിന് കൊടുക്കാൻ അല്പം വൈകി. ഇതിൽ പ്രകോപിതനായ ഭർത്താവ് ഷഹീൻ ഭാര്യയുടെ തല ചുമരിലിടിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഇതേ തുടർന്ന് യുവതി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവിടെ നിന്ന് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു. ഷഹീന്റെ വീട്ടിൽ വെച്ച് നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടെന്നും വിവാഹത്തിന് വീട്ടുകാർ നൽകിയ 15 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നും പോലീസ് പറഞ്ഞു. പല ദിവസങ്ങളിലും ഭർത്താവ് യുവതിയെ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം നിസാര പ്രശ്നത്തിന്റെ പേരിൽ പ്രകോപിതനായാണ് ഷഹീൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ഷഹീനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. ചില അപകടങ്ങളിൽ നമുക്ക് സഹായത്തിനെത്തുന്നവരുണ്ട്. ഒരുപക്ഷെ ദൈവം സഹായകനായി അയച്ചവർ. വലിയ അപകടക്കെണിയിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ദൈവത്തിൻ്റെ കരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടപ്പോൾ കൂട്ടുകാരിയെ കൈപിടിച്ചു കയറ്റിയ ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിരുന്നു. ശ്രീകുട്ടിയെ ആക്രമിച്ച പ്രതി സുരേഷിനെ കീഴ്പ്പെടുത്തിയതും ഒരു ചുവന്ന ഷർട്ടിട്ട ആളാണ്. എന്നാൽ അതിനുശേഷം ആരുടെയും കയ്യടി വാങ്ങാനോ ആദരവ് ഏറ്റുവാങ്ങാനോ നിൽക്കാതെ ആ മനുഷ്യൻ കൺമുന്നിൽ നിന്ന് മറഞ്ഞു. പിന്നീട് അയാളെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം എത്തിയത് ബീഹാറിലാണ്. കേസിലെ പ്രധാന സാക്ഷിയും രക്ഷകനുമായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെ ഒടുവിൽ കണ്ടെത്തിയിരുന്നു. ട്രെയിനിൽ ശ്രീകുട്ടി ആക്രമിച്ച സുരേഷിനെ കീഴ്പ്പെടുത്തിയ ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ചുവന്ന ഷർട്ട് ധരിച്ചയാൾ എന്നു മാത്രമായിരുന്നു രക്ഷകനെക്കുറിച്ച് പോലീസിനുണ്ടായിരുന്ന സൂചന. പ്രതി സുരേഷ് ശ്രീകുട്ടിയെ തള്ളിയിട്ടതിനു ശേഷം അർച്ചനെ കൂടി ആക്രമിക്കാനൊരുങ്ങുമ്പോൾ ചുവന്ന ഷർട്ട് ധരിച്ച വ്യക്തി ഓടിയെത്തുകയും ഒറ്റ കൈകൊണ്ട് അർച്ചനയെ ട്രെയിനിലേക്ക് തിരികെ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് ഇദ്ദേഹം സുരേഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തി. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ശങ്കർ പാസ്വാനെ പോലീസ് കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ നിന്നിറങ്ങിയവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. കേരള എക്സ്പ്രസിന് വർക്കല കഴിഞ്ഞാൽ പേട്ടയിലും തിരുവനന്തപുരത്തുമാണ് സ്റ്റോപ്പുകൾ. അന്വേഷണത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ചുവന്ന ഷർട്ടുകാരൻ ഇറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കി. ഇവിടെ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറുന്ന CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടുപിടിക്കാനായിരുന്നു അടുത്ത ദൗത്യം. രാത്രി സവാരിയായതിനാൽ തന്നെ ചുവന്ന ഷർട്ടിട്ട ഒരാളെ കൊച്ചുവേളിയിൽ ഇറക്കിയത് ഓട്ടോ ഡ്രൈവർ ഓർത്തുവെച്ചിരുന്നു. ഇത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകരമായി. കൊച്ചുവേളി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശങ്കറിനെ കണ്ടെത്തുന്നത്. ഇദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കൊച്ചുവേളി വ്യവസായ ഏരിയയിലെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശങ്കർ. ട്രെയിനിലെ ആക്രമണവും ശങ്കർ പാസ്വാന്റെ രക്ഷാപ്രവർത്തനവും കേരളത്തിൽ വലിയ വാർത്തയായെങ്കിലും ഇതര സംസ്ഥാനക്കാരനായ ശങ്കർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓൺലൈൻ ഗെയിമുകൾ നമ്മുടെ നാട്ടിലെ ഒട്ടേറെ കുട്ടികളെ വലിയ ചതിക്കുഴികളിൽ വീഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പളയിൽ 14-കാരൻ സ്വന്തം വീടിന് നേരെ വെടിയുതിർത്തത് ഓൺലൈൻ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമാണെന്ന് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. കൗമാരക്കാരായ കുട്ടികളെ സാഹസികതയ്ക്ക് മാത്രമല്ല ഗെയിമുകൾ പ്രേരിപ്പിക്കുന്നത്, സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യാം. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയുടെ തിരോധാനം ഓൺലൈൻ ഗെയിമിൻ്റെ ചതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെ കാണാതായത്. സംഭവത്തിൽ ഉള്ളാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മംഗളൂരു ഏനെപ്പോയ ആയുഷ് ക്യാമ്പസിലെ 2ാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥി മാലിക്കിനെയാണ് കാണാതായത്. പാലക്കാട് തൃത്താല സ്വദേശിയാണ് മാലിക്. ഓൺലൈൻ ഗെയിമിൽ 3 ലക്ഷത്തിൽ പരം രൂപ നഷ്ടമായതിന് പിന്നാലെയാണ് വിദ്യാർത്ഥിയെ കാണാതായത്. വ്യാഴാഴ്ച രാത്രി ഭക്ഷണം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ബൈക്കുമായി താമസ സ്ഥലത്ത് നിന്ന് പോയ മാലിക് അതിനുശേഷം തിരിച്ചെത്തിയില്ലെന്ന് പറയുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. 13-ാം തീയതി രാത്രി 8:53 ആളെ ലാസ്റ്റായിട്ട് റൂമിന്റെ അടുത്ത് CCTVയിൽ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഓക്കെ ആയിരുന്നു, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ട് കേട്ടിട്ടൊന്നുമില്ല. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജ് ഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കൂട്ടുകാർ. പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആളുടെ വിവരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഫോണ് ഇന്നലെ 14-ാം തീയതി പുലർച്ചെ ആകുമ്പോൾ റൂമൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഫോണ് റൂമിൽ നിന്ന് കിട്ടി. സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ് മാലിക്. തുടക്കത്തിൽ നല്ലൊരു തുക ലാഭമായി കിട്ടിയിരുന്നു. എന്നാൽ വൻ തുക വെച്ച് കളിച്ചതോടെ വലിയ നഷ്ടമുണ്ടായി. സ്വന്തം പണം തീർന്നതോടെ
കൂട്ടുകാരിൽ നിന്നും മറ്റും കടം വാങ്ങി കളി തുടർന്നു. എന്നാൽ തുടർച്ചയായി നഷ്ടമുണ്ടായതോടെ മാലിക് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി. ഇതിന് പിന്നാലെയാണ് മാലിക്കിനെ കാണാതായത്. വിവരമറിഞ്ഞ് ബന്ധുക്കൾ മംഗളൂരുവിലെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ ഉള്ളാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ഉപ്പളയിൽ ഓൺലൈൻ ഗെയിമിന് അടിമയായ 14 വയസ്സുകാരൻ വീടിന് നേരെ സ്വയം വെടിയുതിർത്ത സംഭവം ഉണ്ടായത്. ഉപ്പള ഹിദായത്ത് നഗറിലെ പ്രവാസി വ്യവസായി അബൂബക്കർ സിദ്ദിഖിന്റെ ഇളയ മകനാണ് ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് വീട്ടിലേക്ക് സ്വയം വെടിയുതിർത്തത്. പിന്നീട് വഴക്കു പറയുമെന്ന ഭയത്തിൽ കാറിലെത്തിയ സംഘം വീടിന് നേരെ വെടിയുതിർത്തെന്ന കഥ മെനയുകയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഓൺലൈൻ ഗെയിമുകൾ വീണ്ടും സജീവമാവുകയാണ്. പുതിയ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. കാസർഗോഡ്. മലപ്പുറം താനൂരിലെ അബ്ദുൽ ഖാദർ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണ്. നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ പകർത്തുന്നതാണ് ഇയാളുടെ രീതി. രഹസ്യമായി കുളിമുറി ദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിക്കും. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു വീട്ടിലെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ച് ദൃശ്യം പകർത്തിയ കേസിൽ അബ്ദുൽ ഖാദറിന് പിടിവീണു. സ്ത്രീകളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കത്തിനിടെയാണ് പ്രതിയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ രഹസ്യമായി പകർത്തിയ നിരവധി വീഡിയോകൾ കണ്ടെത്തി. സ്ത്രീകളുടേതും കുട്ടികളുടേതും അടക്കം കുളിമുറി ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രീകരിക്കാൻ ശ്രമിച്ചയാളെ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അറസ്റ്റ് ചെയ്തത്. താനൂർ പരിയാപുരം എളാപ്പാപ്പടി ആലുങ്ങൽ ഹൌസിൽ അബ്ദുൽ ഖാദർ എന്ന 41-കാരനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വെച്ചാണ് അബ്ദുൽ ഖാദറിനെ അറസ്റ്റ് ചെയ്തത്. പരിയാപുരം പ്രദേശത്തെ വീടുകളിലെയും മറ്റും സ്ത്രീകളുടെയും കുട്ടികളുടെയും കുളിമുറി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഇയാൾ ഒളിഞ്ഞു നിന്ന് പകർത്തിയിരുന്നതായി പോലീസ് പറയുന്നു. അബ്ദുൽ ഖാദറിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച പോലീസിന് ഞെട്ടി. 100 കണക്കിന് ഒളിക്യാമറ ദൃശ്യങ്ങളും കുളിമുറി ദൃശ്യങ്ങളുമാണ് ഇയാളുടെ ഫോണിൽ നിന്ന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, അബ്ദുൽ ഖാദറിന് നീലചിത്ര റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത വിവരമറിഞ്ഞാണ് ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. ചെങ്കോട്ട സ്ഫോടന കേസിൽ കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് NIA. അൽഫലായിലും സഹാറൻപൂർ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഭീകരപ്രവർത്തകൻ ആദിൽ ജോലി ചെയ്തത് സഹാറൻപൂരിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഡോക്ടർമാരായ മുസമ്മിൽ, ആദിൽ, ഷഹീന എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തു. അതിനിടെ കസ്റ്റഡിയിലുള്ള ഭീകരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. സ്ഫോടനം നടന്ന പ്രദേശത്ത് നിന്ന് അന്വേഷണ സംഘം വെടിയുണ്ടകൾ കണ്ടെടുത്തിട്ടുണ്ട്. സ്ഫോടനം ചാവേർ ആക്രമണമെന്നാണ് NIAയുടെ സ്ഥിരീകരണം. ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയാണെന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് NIA. ഡോക്ടർ ഉമർ നബിയുടെ മുഖ്യ സഹായി അമീർ റാഷിദ് അലി കസ്റ്റഡിയിലായി. ഉമർ കാർ വാങ്ങിയത് അമീറിന്റെ പേരിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും. കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചത്. ഹരിയാനയിൽ പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹരിയാനയിലെ നോഗിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് നമ്പറുകൾ കണ്ടെത്തിയത്. സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു. ഡോക്ടർമാരായ മുസമ്മിൽ, ആദിൽ, ഷഹീന എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ നൂഹിലെത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇവരുടെ നൂഹ് സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. 9mm കാലിബർ വിഭാഗത്തിൽപ്പെട്ട 3 വെടിയുണ്ടകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്.
ഇതിൽ ഒരെണ്ണം ഉപയോഗിച്ചതും 2 എണ്ണം ഉപയോഗിക്കാത്തതുമാണെന്നാണ് വിവരം. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും വെടിയുണ്ട കണ്ടെത്തിയെങ്കിലും പിസ്റ്റളോ ഇതിന്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സായുധ സേന, പ്രത്യേക അനുമതിയുള്ളവർ എന്നിവർക്ക് ഇത്തരം പിസ്റ്റളുകൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. വെടിയുണ്ടകൾ എങ്ങനെയാണ് സ്ഥലത്തെത്തിയത്, പ്രതി അത് കൈവശം വെച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ലക്ഷ്യം അവയവക്കടത്തായിരുന്നു. അതിൽ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾക്ക് എന്താണ് പങ്ക്? NIA അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ചില സ്വകാര്യ ആശുപത്രികൾക്ക് പങ്കുള്ളതായി NIA കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യ ഇടനിലക്കാരൻ മധു ജയശങ്കർ ആശുപത്രിയുടെ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറി. രോഗികളുടെ അടക്കം വിവരങ്ങൾ നൽകിയെന്നാണ് സൂചന. 100 കണക്കിന് പേരെയാണ് അവയവക്കടത്ത് മാഫിയ കേരളത്തിൽ നിന്നും ഇറാനിലേക്ക് എത്തിച്ചത്. ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയായ മധുവിൽ നിന്ന് അവയവ കച്ചവടത്തിന്റെ സാമ്പത്തിക വിവരങ്ങളാണ് NIA തേടുന്നത്. ഇറാനിലായിരുന്ന മധു ജയകുമാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത മധുവിനെ ഈ മാസം 7-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിവരം NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് സംഘവുമായുള്ള ആശുപത്രികളുടെ ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. രോഗികളുടെ വിവരങ്ങളടക്കം മനുഷ്യക്കടത്ത് സംഘത്തിന് കൈമാറിയതായാണ് വിവരം. ഇറാനിലേക്കുള്ള അവയവ കടത്തിന് പിന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു വലിയ സംഘമുണ്ടെന്നും NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളെയാണ് ഇറാനിലേക്ക് കടത്തിയത്. സ്വീകർത്താക്കളിൽ നിന്ന് 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ഈടാക്കിയാണ് അവയവ കടത്ത് നടത്തിയതെങ്കിലും ദാതാക്കൾക്ക് നൽകിയത് 2 മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സാബിത്ത്, എറണാകുളം സ്വദേശി സബിത്ത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ കേരളത്തിൽ നിന്ന് ആളുകളെ കടത്തിയിട്ടുണ്ടെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. മൊഴിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് NIA. ന്യൂസ് 18 കൊച്ചി. കൊസവപ്പെട്ടി ഗണേശൻ, ഈ പേര് കേട്ടാൽ തമിഴ്നാട്ടുകാർക്കെല്ലാം ഉള്ളിൽ പേടിയാണ്. അവിടെ മാത്രമല്ല, ഇവിടെ ഇടുക്കിയിലും ഭീതി വിതച്ചവനാണ് ഗണേശനും സംഘവും. ഹൈവേ മോഷണമാണ് ഇവരുടെ പ്രധാന പണി. മോഷണത്തിനിടെ ആളുകളെ കൊലപ്പെടുത്താനും മടിക്കില്ല. തമിഴ്നാട്ടിലെ കൊടും കുറ്റവാളികളായ 3 അംഗ സംഘം ഇടുക്കിയിൽ അറസ്റ്റിലായി. ഹൈവേ മോഷണം ലക്ഷ്യമിട്ട് ഓംനി വാനിൽ കറങ്ങുന്നതിനിടെ കമ്പമിട്ട് വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. വാഹനങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കൊള്ള നടത്തുകയായിരുന്നു കൊസോപ്പെട്ടി ഗണേശന്റെയും സംഘത്തിന്റെയും രീതി. കൊലപാതകം, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ വിവിധ കേസുകളിൽ ഇവർ പ്രതികളാണ്. കഴിഞ്ഞ 7-ന് കേരളത്തിലെത്തിയ സംഘം മോഷ്ടിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഒമിനി വാനിൽ കറങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് കമ്പമെട്ട് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ ഇവർ പിടിയിലായത്. കൊസോപ്പെട്ടി ഗണേശനും കൂട്ടാളികളായ മധുരൈ സ്വദേശി ഒ ഗണേശൻ, ഇസ്ലാംപെട്ടി സ്വദേശികളായ സുകുമാർ പാണ്ഡി, ശിവകുമാർ കെ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനവും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാട്ടിൽ വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്ന നിരവധി സംഘങ്ങളുണ്ട്. പല ഹൈവേകളും അവരുടെ നിയന്ത്രണത്തിലാണ്. സമാനമാണിപ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങളിലെയും സാഹചര്യം. തിരുവനന്തപുരം ആര്യങ്കോട്
വഴിയാത്രികനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം കവർച്ച നടത്തിയൊരു സംഭവമുണ്ടായി. അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളായ കാട്ടാക്കട സ്വദേശി അഗ്നീഷ്, കൊല്ലം സ്വദേശി സീതാലി എന്നിവരാണ് യാത്രക്കാരനെ ആക്രമിച്ച് കവർച്ച നടത്തിയത്. കേസിൽ പ്രതികളെ ആര്യങ്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന വഴിച്ചൽ സ്വദേശി അരുണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അരുണിനെ വഴിയിൽ തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ച ശേഷം മുഖത്തും തലയിലും വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതികൾ തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. സെയ്താലിക്ക് സംസ്ഥാനത്തെ നിരവധി സ്റ്റേഷനുകളിലായി 20ഓളം മോഷണ കേസുകളും പിടിച്ചുപറി കേസുകളുമുണ്ട്. തമിഴ്നാട്ടിൽ നടന്ന മോഷണക്കേസിൽ പിടിയിലായ സെയ്താലി അടുത്തിടെയാണ് ജയിൽ മോചിതനായത്. കൊല്ലം സ്വദേശിയായ സെയ്താലി അടുത്തിടെ കാട്ടാക്കടയിലെ ബന്ധുവീട്ടിൽ താമസത്തിനെത്തിയപ്പോഴുള്ള പരിചയമാണ് ആഗ്നീഷുമായി ഉള്ളത്. ആഗ്നീഷിനും ജില്ലയ്ക്കുമകത്തും പുറത്തുമായി നിരവധി മോഷണ കേസുകളുണ്ട്. പിടിയിലായ പ്രതികളെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരു ജനപ്രതിനിധിയാകണമെന്നായിരിക്കും. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ അതേക്കുറിച്ച് സ്വപ്നം കാണുന്നവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ അതിന് പല മാനദണ്ഡങ്ങളുണ്ടാകും. ചിലപ്പോൾ നേതാക്കളെ പ്രീതിപ്പെടുത്തണം, അല്ലെങ്കിൽ ജനങ്ങളുമായി അടുത്ത ബന്ധം വേണം. എങ്കിലും സീറ്റ് കിട്ടുന്നതും ജയിക്കുന്നതുമെല്ലാം ഒരാളുടെ ഭാഗ്യമാണ്. ഇനി മത്സരിക്കാൻ സീറ്റ് ഇല്ലെങ്കിലോ? അങ്ങനെ നിരാശപ്പെടാമോ? തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് വാർഡിൽ മത്സരിക്കാൻ അവസരം നൽകാത്തതിൻ്റെ പേരിലാണ് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത്. ആനന്ദിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഫോൺ സംഭാഷണം പുറത്തു വന്നു. സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം കാരണമാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് FIR-ൽ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴയപ്പെട്ടെന്ന പരാതി ഉന്നയിച്ച ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയതിന് പിന്നാലെ BJPയെ പ്രതിക്കൂട്ടിലാക്കി ആനന്ദിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും BJPയും RSSും ചെയ്തത് കണ്ടോ എന്നാണ് ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തിനോട് ആനന്ദ് ചോദിക്കുന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചു. സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നുമുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അപമാനിച്ചു. ഇനി അവരെ വെറുതെ വിടാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. എത്ര കൊമ്പനായാലും പോരാടും. ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് സുഹൃത്തിനോട് പറയുന്ന വാക്കുകളാണിത്. ഞാൻ രണ്ടും കൽപ്പിച്ചെന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടേ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടുന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും. ശനിയാഴ്ച വൈകിട്ടാണ് വീടിന്റെ പുറകിലെ ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ ആനന്ദിനെ കണ്ടത്. ആനന്ദിന്റെ ആത്മഹത്യ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമാണെന്നാണ് പോലീസ് FIR. സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്തത്. കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച നേരത്തെ ആനന്ദ് നേതൃത്വത്തെ കണ്ടിരുന്നു. എന്നാൽ BJP ഇവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BJP RSS നേതാക്കൾക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ടെന്നതുൾപ്പെടെ ആരോപിച്ച് സുഹൃത്തുക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച ശേഷമായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ RSS BJP പ്രവർത്തകർ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് കുറിപ്പിൽ പറയുന്നു. ആനന്ദ് സജീവ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആനന്ദിനെ വ്യക്തിപരമായി അറിയില്ലെന്നും പേര് ഒരു ഘട്ടത്തിലും പട്ടികയിലില്ലായിരുന്നു എന്നുമാണ് BJPയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പിൽ LDFും UDFും ചർച്ചയാക്കുന്നതിനിടെ നെടുമങ്ങാടും BJP പ്രവർത്തകയുടെ ആത്മഹത്യാ ശ്രമം. നെടുമങ്ങാട് സ്വദേശിനി ശാലിനിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നായിരുന്നു ശാലിനിയുടെ പ്രതികരണം. അതേസമയം
ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണെന്ന് BJP നേതൃത്വം വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധത്തെ തുടർന്ന് ആനന്ദ് തമ്പി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ശാലിനിയുടെ ആത്മഹത്യാശ്രമം. നെടുമങ്ങാട് നഗരസഭയിലെ പനക്കോട്ടല വാർഡിലാണ് ഇവരുടെ താമസം. സീറ്റ് നിഷേധിച്ചതിലും പ്രാദേശിക നേതൃത്വം വ്യക്തിപരമായി അധിക്ഷേപിച്ചതിലും മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ശാലിനി പറയുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ തന്നെ പട്ടികയിൽ നിന്ന് വെട്ടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. BJPയുടെ ഒരു വ്യക്തി പോലും ഇതിന്റെ അകത്തില്ല. RSSന്റെ മുകളിലോട്ടുള്ള ആരുമില്ല. കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചിലവർ 2-3 പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. സീറ്റ് കിട്ടരുത്, കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരിത് ചെയ്തത്. എന്റെ സ്വന്തം സ്ഥലമാണ്, എന്റെ ജന്മനാടാണ് ഈ സ്ഥലം. ഞാൻ കഴിഞ്ഞ 2 തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എന്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പൊ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവര് വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. മകനാണ് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ ശാലിനിയെ കാണുന്നത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അതേസമയം ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണെന്നാണ് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. പനക്കോട്ടല വാർഡിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചിട്ടുമില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ BJPയെ പ്രതിരോധത്തിലാക്കി 3 ആത്മഹത്യകളാണ് നടന്നത്. പുറത്തുവന്ന 3 ആത്മഹത്യാക്കുറിപ്പുകളും BJP RSS നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. RSS ക്യാമ്പിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് ആത്മഹത്യ ചെയ്ത അനന്തു സജി, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിൽ, തിരുവനന്തപുരത്തെ RSS BJP പ്രവർത്തകനായ ആനന്ദ് തമ്പി എന്നിവരുടെ ആത്മഹത്യാക്കുറിപ്പുകളാണ് BJPയെ പ്രതിരോധത്തിലാക്കിയത്. ഇപ്പോൾ ശാലിനിയുടെ ആത്മഹത്യാ ശ്രമം കൂടിയായതോടെ ഉത്തരം മുട്ടിയ അവസ്ഥയിലാണ് നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് നേതാക്കളും സ്ഥാനാർത്ഥികളും മാത്രമാകില്ല. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ജോലിഭാരം കാരണം വലയാറുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനിടെ SIRുമായി ബന്ധപ്പെട്ട ജോലി കൂടി വന്നതോടെ പലരും സമ്മർദ്ദത്തിലാണ്. കണ്ണൂർ പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയത് ജോലിഭാരം കാരണമെന്ന് പരാതി. കുന്നരു UP സ്കൂളിലെ പ്യൂൺ അനീഷ് ജോർജിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SIR ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. രാവിലെ 11 മണിയോടുകൂടിയാണ് അനീഷിനെ വീടിന്റെ മുകളിലെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോഴാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജ് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. SIRുമായി ബന്ധപ്പെട്ട ജോലികളിലായിരുന്നു അനീഷ്. സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് അനീഷ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നതായും സൂചനയുണ്ട്. രാമന്തളി സ്കൂളിലെ പ്യൂണാണ് ജീവനൊടുക്കിയ അനീഷ്. സംഭവത്തിൽ പെരിങ്ങോം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. BLO ആയ ഏറ്റുകുടുക്ക സ്വദേശി അനീഷിന്റെ ആത്മഹത്യയുടെ കാരണം ജോലി സമ്മർദ്ദമാണെന്ന ആരോപണം ശക്തമായതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇടപെട്ടത്. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും ജോലി സമ്മർദ്ദമുണ്ടെന്ന് കമ്മീഷൻ ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. പേര് ഫൈസൽ, വട്ടപ്പേര് ക്യാമറ ഫൈസൽ. വയനാട് മാനന്തവാടി സ്വദേശി ഫൈസലിന് ഈ പേര് കിട്ടിയത് ക്യാമറമാൻ ആയതുകൊണ്ടല്ല, ക്യാമറ മോഷണത്തിലൂടെ ഉണ്ടായ പേരാണ്. ഫൈസലിന് ക്യാമറകളോട് പ്രത്യേക ഇഷ്ടമാണ്. ക്യാമറ എവിടെ കണ്ടാലും അയാൾ നോട്ടമിട്ട് വയ്ക്കും. ഫോട്ടോയോ ദൃശ്യങ്ങളോ പകർത്താനല്ല, മോഷണമാണ് ലക്ഷ്യം. മോഷ്ടിച്ച ഡിജിറ്റൽ ക്യാമറകൾ സംസ്ഥാനത്തെ വിവിധ കടകളിൽ കൊണ്ടുപോയി വിൽക്കുകയും പിന്നീട് വിൽക്കുന്ന കടയിൽ തന്നെ കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അതിവിദഗ്ധമായിട്ടാണ് കവർച്ച. തൃശ്ശൂരിലെ ക്യാമറ വിൽക്കുന്ന കടയിൽ മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് തൃശ്ശൂർ സിറ്റി പോലീസിന് ഫൈസലിനെ കുറിച്ച് സൂചന ലഭിച്ചത്. CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളാണ് ക്യാമറ ഫൈസലിന് കുരുക്കായത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.